കഴിക്കാൻ തുടങ്ങിയില്ലേ കുഞ്ഞേ നീ? ആഹാരം എടുത്ത് മുന്നിൽ വെച്ചിട്ട് ഇതെന്ത് ചിന്തിച്ചിരിക്കുവാണ്? എടുത്ത് കഴിക്കാൻ നോക്ക് കുഞ്ഞേ. ഈ ലോകത്തെ അല്ലാത്ത പോലെ ഇരിക്കുന്നവളെ കണ്ട് വേദന തോന്നിയെങ്കിലും ലക്ഷ്മി പുറമേ ഭാവിക്കാതെ അവളോട് പറഞ്ഞു. ആ, കഴിക്കാൻ പോവാണ് എടുത്തി. ഏട്ടൻ ഏട്ടൻ കഴിച്ചോ? മുഖമുയർത്തി ലക്ഷ്മിയെ നോക്കി അവൾ മെല്ലെ തിരക്കി. ഒരു ദോശ കഴിച്ചു, ഇനി നീ കഴിച്ചിട്ട് കഴിക്കാമെന്നാ പറഞ്ഞേ. അവളുടെ മുന്നിലിരുന്ന പ്ലേറ്റ് തന്റെ അടുത്തേക്ക് നീക്കി വെച്ച് ദോശ പിച്ചി കറിയിൽ മുക്കി അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ലക്ഷ്മി പറഞ്ഞു. എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല ഏട്ടത്തി. തൊണ്ടയിൽ എന്തോ തടഞ്ഞിരിക്കും പോലെ, ആരോ ഞെക്കി പിടിച്ചതുപോലെ. അതുപോലെ എനിക്ക് ഒട്ടും വിശക്കുന്നില്ല. മുഖം കുനിച്ചിരുന്ന് വിറയ്ക്കുന്ന ചുണ്ടുകളോടെ അവൾ പറഞ്ഞു. കുഞ്ഞി, ലക്ഷ്മി വേദനയോടെ വിളിച്ചു. അവളൊരു വിതുമ്പലോടെ മൂളി. ഈ വേദന ഏട്ടത്തിക്ക് മനസ്സിലാകും. ഏട്ടത്തിയും 5-6 വർഷം നിന്റെ ഏട്ടനെ പ്രണയിച്ച് സ്വന്തമാക്കിയതല്ലേ? അന്ന് നഷ്ടമായി പോകുമെന്ന് തോന്നിയപ്പോൾ ഒക്കെ ഇതുപോലെ ഞാനും വേദനിച്ചിരുന്നു. നിന്റെ പ്രണയം ആത്മാർത്ഥമായിരുന്നു. അതുകൊണ്ടാണ് കുഞ്ഞി നിനക്ക് ഈ വേദന. അവന്റെ വാക്കിലോ നോക്കിലോ എന്തെങ്കിലും വിഷമം നിനക്ക് തോന്നിയോ മോളെ? അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്ന് തന്റെ നെഞ്ചിലേക്ക് ആ കുഞ്ഞു പെണ്ണിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ലക്ഷ്മി തിരക്കി. അപ്പോഴും നിവി ഇല്ലെന്ന പോലെ മൂളിയതേ ഉള്ളൂ. അവന് നിന്നെ വേണ്ടാന്ന് വെക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞിക്കും അത് സാധിക്കും. നീ ഇന്നലെ ധൈര്യത്തോടെ അവരുടെ മുന്നിൽ നിന്നത് കണ്ടപ്പോൾ നിന്റെ ഏട്ട എന്തോരം സന്തോഷിച്ചെന്നറിയോ? ആ തളർന്നു പോയ ശരീരം നമുക്ക് നിവർത്തി നിർത്തണ്ടേ കുഞ്ഞേ? ലക്ഷ്മി അവളുടെ വായിലേക്ക് ദോശ വെച്ചു കൊടുത്തിട്ട് തിരക്കി. വേണം. നിവി വേഗം തന്നെ സമ്മതിച്ചു. അങ്ങനെ രഞ്ജുവിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവേണമെങ്കിൽ ചികിത്സിക്കാനുള്ള പണം മാത്രം നമ്മൾ കണ്ടെത്തിയേ പോരാ. ആ മനസ്സിന് സന്തോഷം കൂടെ വേണം. നമ്മുടെ രണ്ടാളുടെ മുഖത്ത് ചിരിയാണ് ആ മനുഷ്യന്റെ സന്തോഷമല്ലേ? പറഞ്ഞിട്ട് ലക്ഷ്മി അവളുടെ മുഖത്തേക്ക് നോക്കി. മൂളിക്കൊണ്ട് നിവി നിവർന്നിരുന്നു. കണ്ണുനീരി കുതിർന്ന മുഖം അമർത്തി തുടച്ചു. എനിക്ക് എല്ലാം അറിയാം ഏട്ടത്തി. പക്ഷെ എപ്പോഴൊക്കെയോ എന്റെ മനസ്സ് തളർന്നു പോകുന്നു. ഒന്നുമില്ല, ഞങ്ങളുടെ കുഞ്ഞ് സ്ട്രോങ് ആണ്. ഇതെല്ലാം മറന്ന് നല്ലൊരു ജീവിതം സന്തോഷത്തോടെ നീ ജീവിക്കുന്നത് ഞങ്ങൾ കാണും. അവളെ കെട്ടിപ്പുണർന്നുകൊണ്ട് ലക്ഷ്മി പറയെ ഹൃദയം പിടയുന്ന നോവ് അടക്കി പിടിച്ച് അവളുടെ നെഞ്ചോരെ മുഖം ചേർത്തിരുന്നു നിവി. അമ്മ എന്തിനാ ഈ തണുപ്പത്ത് വന്നിരിക്കുന്നത്? ഞാൻ വന്നാൽ വിളിക്കില്ലേ? ബൈക്ക് ഒതുക്കി വെച്ചിട്ട് ഉമ്മറത്തേക്ക് കയറി വന്നവൻ അവിടെ തന്നെ നോക്കിയിരിക്കുന്ന രാധികയെ കണ്ട് തിരക്കി. നീ ഇന്ന് വരുമെന്ന് പറഞ്ഞിരുന്നതല്ലേ അഭി? എത്ര രാത്രിയായാലും വരുമെന്ന് പറഞ്ഞ പിന്നെ വന്ന് കാണാതെ കിടന്നാൽ എനിക്ക് കിടപ്പുറക്കില്ല. അവന്റെ ഒപ്പം അകത്തേക്ക് കയറി വാതിൽ അടയ്ക്കുന്നതിനിടെ അവർ പറഞ്ഞു. ഈ തണുപ്പിൽ നടന്ന് മുട്ടുവേദന കൂട്ടി വെക്കണ്ട. ബാഗ് സെറ്റിയിലേക്ക് വെച്ച് അത് തുറന്ന് അതിൽ നിന്നൊരു കവർ എടുത്ത് അവരെ ഏൽപ്പിച്ചുകൊണ്ട് ഇത്തിരി ഉച്ചത്തിൽ അവൻ പറഞ്ഞു. എന്തിനാടാ ഈ രാത്രി ഇത് വാങ്ങിയത്? അതുമല്ല ആ പെണ്ണുറങ്ങി. ആ കവറിൽ ചിക്കൻ ഫ്രൈയും പൊറോട്ടയുമാണെന്ന് മനസ്സിലായ അവർ മുഖം ചുളിച്ചുകൊണ്ട് ചോദിച്ചു. അമ്മ അഞ്ജുനെ വിളിക്ക്, അവള് കഴിച്ചോളും. അവൾക്കിത് ഭയങ്കര ഇഷ്ടമല്ലേ? പറഞ്ഞുകൊണ്ട് അഭിജിത്ത് ബാഗ് അടച്ചു. നീ കുളിച്ചിട്ടല്ലേ കഴിക്കുന്നുള്ളൂ? ഞാൻ അപ്പോഴേക്കും കറികളൊക്കെ ഒന്ന് ചൂടാക്കി വെക്കാം. അവർ പറഞ്ഞതിന് നീട്ടിയൊന്ന് മൂളിക്കൊണ്ട് അഭി ബാഗും എടുത്ത് മുറിയിലേക്ക് നടന്നു. വളർന്ന താടിയും മുടിയും അതിലേറെ മെലിഞ്ഞു പോയ ദേഹവും മാടിക്കരുവാളിച്ച മുഖവുമായി പോകുന്നവനെ നോക്കി ഒരു നിമിഷം നിന്നവർ കണ്ണു നിറഞ്ഞു പോകുമെന്ന് തോന്നിയതും വേഗം അടുക്കളയിലേക്ക് നടന്നു. പോകും വഴി അഞ്ജുനെ വിളിക്കാനും മറന്നില്ല രാധിക. ഏട്ടൻ വന്നിട്ട് ഒത്തിരി നേരമായോ അമ്മേ? തലയും ചൊറിഞ്ഞുകൊണ്ട് അഞ്ജു വന്ന് ഡൈനിങ് ടേബിളിന്റെ അടുത്തേക്ക് കസേര വിളിച്ചിട്ട് ഇരുന്നിട്ട് ചോദിച്ചു. അവൻ വന്നത് കൊണ്ടല്ലേ അഞ്ജു നിന്നെ ഞാൻ വിളിച്ചത്? ആ തലമുടിയൊക്കെ ഒതുക്കി വെക്കി പെണ്ണെ. നിന്റെ ഈ വൃത്തിയില്ലാത്ത ഇരിപ്പ് ആ ചെറുക്കൻ കണ്ടോണ്ട് വന്നാൽ അറിയാലോ, കിട്ടും അവന്റെ കയ്യിൽ നിന്ന്. അഭിജിത്ത് കൊണ്ടുവന്ന കവർ അവൾക്കടുത്തേക്ക് നീക്കി വെച്ചു കൊടുത്തിട്ട് രാധിക പറഞ്ഞു. ഓ, ഞങ്ങൾക്കൊന്നും വൃത്തിയും വെടുപ്പൊന്നും ഇല്ലല്ലോ. അമ്മയുടെ മോന് മാത്രമേ വൃത്തിയുള്ളൂ എന്നാണ് അമ്മയുടെ വിചാരം. മുഖം കൂട്ടിക്കൊണ്ട് അഞ്ജു പറഞ്ഞു. ഒപ്പം കഴിക്കാനുള്ളതൊക്കെ എടുത്ത് പ്ലേറ്റിലേക്കും വെച്ചു. എന്താ ഇവിടെ? എന്തൊരു ഉച്ചത്തിലാണ് അഞ്ജു നീ സംസാരിക്കുന്നത്? രാത്രിയാണെന്നൊരു ബോധം വേണ്ടേ? കുളിച്ച് ഫ്രഷായി മുറുക്കി പുറത്തേക്ക് ഇറങ്ങി വന്ന അഭിജിത്ത് അമ്മയുടെയും അനിയത്തിയുടെയും സംസാരം കേട്ട് ഈർഷ്യയോടെ തിരക്കി. അത് പിന്നെ വെറുതെ അമ്മയെ പറ്റിക്കാൻ. അവന്റെ തറപ്പിച്ചുള്ള നോട്ടം കണ്ട് ബാക്കി പറയാതെ മുന്നിലിരിക്കുന്ന പ്ലേറ്റിലേക്ക് നോക്കിയിരുന്ന് കഴിച്ചു തുടങ്ങി അഞ്ജു. നിനക്ക് തീയൽ ഒഴിക്കട്ടെ അഭി? രാധിക ചോദിക്കുന്നത് കേട്ടാണ് അവൻ അഞ്ജുവിൽ നിന്ന് നോട്ടം മാറ്റിയത്. ഞാൻ എടുത്തോളാം, അമ്മ ഇരുന്ന് കഴിക്കാൻ നോക്ക്, നേരെ ഒരുപാടായി. അവൻ തന്നെ ആവശ്യമുള്ളത് വിളമ്പി എടുക്കുമ്പോൾ അവരോട് പറഞ്ഞു. പിന്നെ അതിന് എതിർപ്പൊന്നും പറയാതെ രണ്ടു മക്കൾക്കും ഒപ്പം ഇരുന്ന് ആഹാരം കഴിക്കുമ്പോൾ നിശബ്ദമായ ആ നിമിഷങ്ങൾ അവരെ വല്ലാതെ നോവിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ നാളെ എപ്പോൾ ചെല്ലുമെന്നറിയാൻ ആര്യ കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു അഭി. കഴിച്ചു കഴിഞ്ഞ് പ്ലേറ്റും എടുത്ത് എഴുന്നേറ്റവനോട് മടിച്ച് രാധിക പറഞ്ഞു. വൈകിട്ട് പോയാൽ പോരെ? കഴിച്ച പാത്രം കഴുകി വെച്ച് വായും കഴുകി വരുമ്പോൾ അഭി പറഞ്ഞു. വൈകിട്ട് വിരുന്നുകാരെ പോലെ കയറി ചെന്നാൽ പ്രവീൺ എന്താ വിചാരിക്കുക? പറഞ്ഞിട്ട് രാധിക വല്ലായ്മയോടെ അവനെ നോക്കി. എന്നാൽ അമ്മയും അഞ്ജുവും കൂടെ രാവിലെ പൊയ്ക്കോ, ഞാൻ വൈകിട്ട് അങ്ങ് വന്നേക്കാം. അത് വേണ്ട, പോകുന്നെങ്കിൽ അത് എപ്പോഴായാലും ഒരുമിച്ച് മതിയമ്മേ. അതുമല്ല, വേദുട്ടിയുടെ 10ാം പിറന്നാളല്ലേ, അല്ലാതെ ആദ്യത്തെ അല്ലല്ലോ. പിന്നെ നമ്മൾ എപ്പോ എങ്ങനെ പോയാലും ചേച്ചിക്കും ചേട്ടനും നമ്മളെ മനസ്സിലാവും. അഭിയുടെ വാടിയ മുഖം കാണെ അഞ്ജു പെട്ടെന്ന് പറഞ്ഞു. നിങ്ങൾ രണ്ടും ഒരുപോലെ പറഞ്ഞ പിന്നെ ഞാൻ എന്താ ചെയ്യുക? എനിക്ക് രാവിലെ അവിടെ പോയി നിൽക്കാൻ കൊതിയായിട്ടല്ല, നിങ്ങളെപ്പോലെ തന്നെ അവള് ഞാൻ പ്രസവിച്ച കുഞ്ഞാണ്.
നമ്മൾ ആ സമയത്ത് കയറി ചെല്ലുമ്പോൾ അവൾക്ക് എന്തോരം സങ്കടാവുമെന്ന് കൂടെ ഓർത്താൽ നന്ന്. ബാക്കിയിരുന്ന പാത്രങ്ങളും എടുത്ത് അടുക്കളയിലേക്ക് പോകുമ്പോൾ രാധിക പറഞ്ഞു, ഏട്ടൻ വിഷമിക്കേണ്ട, നമുക്ക് വൈകിട്ട് പോയാൽ മതിയെന്നേ. അഞ്ജു അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് രാവിലെ പോകാം. നീ അമ്മയോട് പറഞ്ഞേക്ക്. ഇനി അമ്മയ്ക്ക് ആ പേരും പറഞ്ഞ് ഒരു സങ്കടം വേണ്ട. അമ്മയ്ക്ക് എന്നല്ല ആർക്കും എന്നെ കൊണ്ട് ഇനി ഒരു വിഷമവും ഉണ്ടാവരുത്. പറഞ്ഞുകൊണ്ടവൻ അവളുടെ കവളിൽ ഒന്ന് തട്ടിയിട്ട് മുറിയിലേക്ക് പോയി. അവന്റെ ആ നിറഞ്ഞ ചുവന്ന കണ്ണുകൾ കാണെ അഞ്ജുവിന് അമ്മയോട് ദേഷ്യം തോന്നി. നാളെ രാവിലെ പോകാമെന്ന് അമ്മയോട് പറയാൻ ഏട്ടൻ പറഞ്ഞു. ഇനിയിപ്പോ ആ പേരിൽ അമ്മ സങ്കടപ്പെടണ്ട. കുറച്ച് മണിക്കൂറാണെങ്കിലും ഏട്ടൻ കുറച്ച് സങ്കടപ്പെടട്ടെ. 2 വർഷം കൊണ്ട് വേദനിച്ചിട്ടും ഒരുത്തി ആത്മാർത്ഥമായി പ്രണയിച്ചതിന്റെ ശിക്ഷ തീർന്നിട്ടില്ല. ഇനിയും ബാക്കിയുണ്ടെങ്കിൽ അതും കൂടെ ആ പാവ അനുഭവിക്കണമല്ലോ. കയ്യിലിരുന്ന പ്ലേറ്റ് കഴുകി വെച്ച് ദേഷ്യത്തെ പറഞ്ഞിട്ട് അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോയി അഞ്ജു. അവളുടെ വായിൽ നിന്ന് വീണ വാക്കിൽ പകച്ചു നിന്ന് പോയി രാധികയും. നാളെ ആര്യയുടെ വീട്ടിൽ പോകുന്നതും ഇനി ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത ചില മുഖങ്ങൾ കാണേണ്ടി വരുന്നതും ഓർത്ത് ഒരു ചടപ്പോടെ അഭി ബെഡിൽ ചാഞ്ഞു കിടന്നു. കഴിഞ്ഞു പോയതൊന്നും മറവിയിലേക്ക് തള്ളിവിടാൻ ഇനി ആയിട്ടില്ല. നേർത്തൊരു നോവോടെ കണ്ണുകൾ ഇറകെ അടച്ചു അഭി. അഞ്ജു. അവളുടെ മുറിയിലേക്ക് കയറി വന്ന രാധിക ബെഡിൽ ഇരുന്നിട്ട് മെല്ലെ വിളിച്ചു. അമ്മയ്ക്ക് ഉറങ്ങാൻ നേരം ആയില്ലേ? പോയി മരുന്നെടുത്ത് കഴിച്ച് കിടക്കാൻ നോക്കിയേ. ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്ന അഞ്ജു തിരിഞ്ഞു നോക്കാതെ തന്നെ പറഞ്ഞു. അഞ്ജു ഇവിടെ നോക്ക്. രാധിക വേദന തിങ്ങി ഇടറിയ ശബ്ദത്തിൽ വിളിച്ചു. അമ്മ വിഷമിക്കണ്ട. എനിക്കെന്തോ ഏട്ടന്റെ വിഷമം കണ്ടപ്പോൾ സങ്കടമായി. അതാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. രാധികയുടെ അരികിൽ വന്നിരുന്ന് അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അഞ്ജു. എനിക്കറിയാം അവന്റെ വിഷമം. പക്ഷെ കഴിഞ്ഞ 2 വർഷമായി ആരോടും കൂടാതെ ഒരിടത്തും പോകാതെ നല്ലൊരു ജോലിയും കളഞ്ഞ് അവന്റെ ഈ ഒറ്റപ്പെടൽ നീയും കാണുന്നില്ലേ? നാളെ ഒരു ദിവസം അവൻ ഇത്തിരി വേദനിച്ചാലും എല്ലാവരുടെയും കണ്ടാൽ പ്രവീണിനോടെങ്കിലും നേരിട്ട് 2 വാക്ക് സംസാരിച്ചാൽ ഇത്തിരി ആശ്വാസം അവന് തോന്നിയാലോ? എല്ലാവരും ഒരുപാട് മാറി നന്നായി ജീവിക്കുന്നുണ്ട്. താൻ മാത്രമാണ് അന്ന് നിന്നെടുത്ത് തന്നെ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി ചിലപ്പോൾ അവൻ പഴയതുപോലെ ആയെങ്കിലോ എന്നെനിക്കൊരു ചിന്ത. അതാണ് ഞാൻ രാവിലെ പോകാമെന്ന് വാശി പിടിച്ചത്. അല്ലാതെ എന്റെ കുഞ്ഞിനെ കൂടുതൽ വേദനിപ്പിക്കണമെന്ന് ഓർത്തൊന്നും അല്ല. പറഞ്ഞിട്ട് തുളുമ്പുന്ന മിഴികൾ അമർത്തി തുടച്ചുകൊണ്ട് രാധിക എഴുന്നേറ്റു. ഞാൻ അങ്ങനെയൊന്നും ഓർത്ത് പറഞ്ഞതല്ല അമ്മ. ചേച്ചിയുടെ വീട്ടിൽ ഒഴിവാക്കാൻ പറ്റാത്ത ആളുകളാണ് വൈഷ്ണവിയും അവളുടെ അമ്മയും. അപ്പോൾ അവളെ കാണുന്ന ഓരോ നിമിഷവും ഏട്ടൻ സ്വയം ഒരുങ്ങുന്നത് നമ്മൾ കാണണമല്ലോ എന്ന് ഓർത്തുപോയി. അഞ്ജു വിഷമത്തിൽ പറഞ്ഞുകൊണ്ട് മുഖം കുനിച്ചു. അവളെപ്പോലെ ഒരുത്തിയെ പ്രണയിച്ചു പോയി എന്നൊരു തെറ്റിന്, അവളെ നഷ്ടപ്പെടുത്തി കളയാൻ വയ്യാതെ വിളിച്ചിറക്കിക്കൊണ്ട് ഈ വീട്ടിലേക്ക് കയറി വന്ന തെറ്റിന് ഒക്കെയുള്ള ശിക്ഷ എന്റെ മോൻ ഇതുവരെ അനുഭവിച്ചു. ഇനി മതി. അവൾക്കും അവളുടെ അമ്മയ്ക്കും മുന്നിൽ ഒരു ദിവസം അവൻ തല ഉയർത്തി നിൽക്കുന്നത് എനിക്കൊന്ന് കണ്ടാൽ മതി മോളെ. അന്നവൾ എന്റെ മോനെ തള്ളിപ്പറഞ്ഞതിന് പിന്നാലെ എന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയവർക്ക് മുന്നിൽ അവൻ ജീവനോടെ ഉണ്ടെന്നും നന്നായി ജീവിക്കുന്നുവെന്നും കാണിച്ചു കൊടുക്കണം എനിക്ക്. അതിനു വേണ്ടിയുള്ള ആദ്യ പടിയാണ് അവനെ വേദനിപ്പിച്ചുകൊണ്ട് നാളെ രാവിലെ തന്നെ പോണമെന്ന് ഞാൻ പറഞ്ഞത്. അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് അവർ മുറിക്ക് പുറത്തേക്ക് പോകുമ്പോൾ 2 വർഷം മുമ്പ് നടന്ന ആ സംഭവങ്ങൾ ഒരിക്കൽ കൂടെ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാതെ കണ്ണുകൾ മുറുകെ അടച്ച് മനസ്സിനെ നിയന്ത്രിച്ചു നിർത്താൻ ശ്രമിച്ചു അഞ്ജു. നീ ഇവിടെ നിൽക്കുവാണോ ലക്ഷ്മി? ഇതിപ്പോ വാതിലും തുറന്നിട്ട് നീ ഇങ്ങനെ എവിടെയെങ്കിലും മതിമറന്ന് നിന്നാൽ ഇതിനകത്ത് വല്ല കള്ളന്മാരും കയറി നീ അറിയില്ലല്ലോ. പിന്നാമ്പുറത്തെ അശയിൽ നിന്ന് ഉണങ്ങിയ തുണികൾ പെറുക്കിയെടുക്കുകയായിരുന്ന ലക്ഷ്മിയോട് അടുക്കള വാതിൽക്കൽ നിന്ന് വിമല ഉച്ചത്തിൽ ചോദിച്ചു. അവരുടെ ഒച്ച കേട്ട് അവളൊന്ന് ഞെട്ടിത്തിരിഞ്ഞു നോക്കുകയും ചെയ്തു. അമ്മായിക്കൊന്ന് വിളിക്കുകയോ ബെല്ലടിക്കുകയോ ചെയ്തൂടെ? എന്റെ നല്ല ജീവൻ അങ്ങ് പോയി. ലക്ഷ്മി ഇത്തിരി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് തുണിയുമായി അവർക്കടുത്തേക്ക് വന്നു. അത്ര പേടിയുള്ള നീ എന്തിനാ ഈ വാതിലും തുറന്നിട്ട് അവിടെ എവിടെയും പോയി നിൽക്കുന്നത്? അവരോട് എന്തൊക്കെയോ പറയാൻ നാവ് തരിച്ചെങ്കിലും ലക്ഷ്മി സ്വയം അടങ്ങി. ഒന്നും മിണ്ടാതെ ബാക്കി തുണി കൂടെ പറക്കിയെടുത്തു. അല്ല, ഇതൊക്കെ നിവിയുടെ അല്ലേ? സ്വന്തം തുണി കഴുകി ഉടക്കാൻ പോലും മടിയാണോ പെണ്ണിന്? ഇതൊക്കെ കണ്ട വീട്ടിൽ പോയി അവിടെ ഉള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കേണ്ടതല്ലേ? നീ ഇങ്ങനെയൊക്കെ ശീലിപ്പിക്കാൻ നിൽക്കല്ലേ ലക്ഷ്മി? അവൾക്കകത്തേക്ക് കടക്കാനായി വാതിക്കൽ നിന്ന് മാറുമ്പോൾ ലക്ഷ്മിയുടെ കയ്യിലിരിക്കുന്ന നിവിയുടെ തുണികൾ കണ്ട് അവർ ഒരു പുച്ഛത്തോടെ പറഞ്ഞു. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞെ വേറെ വീട്ടിൽ അടുക്കളപ്പണി ചെയ്യാനും തുണി അലക്കാനും വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അമ്മായി. അവർ പറഞ്ഞു വന്നത് എന്തെന്ന് മനസ്സിലായി എങ്കിലും മുഖത്ത് നിറഞ്ഞ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചുകൊണ്ട് ലക്ഷ്മി പറഞ്ഞു. എന്റെ ലച്ചു, നീ ഒരു പൊട്ടിയായതുകൊണ്ടാണ് ആ പെണ്ണിന്റെ തുണിയും അലക്കി ഈ വീട്ടിലെ മുഴുവൻ ജോലിയും ചെയ്ത് വായിട്ടലച്ച് പൈസ ഉണ്ടാക്കി അതിനും ആ ഒരേ കിടപ്പ് കിടക്കുന്ന ചെറുക്കനും തിന്നാനും കുടിക്കാനും ഉണ്ടാക്കി കൊടുക്കുന്നത്. നിന്റെ അമ്മയും അച്ഛനും വന്ന് വിളിച്ചതല്ലേ? നീയല്ലാതെ ആരെങ്കിലും ഇങ്ങനെ ഇവിടെ കഴിയുമോ? നീ ചെന്നാൽ നിന്നെ നിന്റെ വീട്ടുകാർ പൊന്നുപോലെ നോക്കില്ലേ? വിമലെ, നീ ഇത് എന്തൊക്കെയാണ് പറയുന്നത്? പല്ല് കടിച്ചുകൊണ്ട് ദിവാകരൻ അവരെ നോക്കി. നിങ്ങളൊന്നും മിണ്ടായിരിക്കും മനുഷ്യ. ഈ കൊച്ചിന് ഇവിടെ ഉള്ളവരോട് കൂറ് കൂടുതലാണ്. അതുകൊണ്ടല്ലേ പെറ്റ തള്ളവെന്ന് വിളിച്ചിട്ടും പോകാതെ ഇവിടെ തന്നെ നിൽക്കുന്നത്. ഇവളുടെ അമ്മ ആ മാലതിയുടെ കരച്ചിൽ ഇന്നും ഞാൻ കണ്ടതാണ്. അതുകൊണ്ടൊന്ന് ഉപദേശിച്ചു എന്നേ ഉള്ളൂ. വിമല വളരെ നല്ലവളായി നിന്ന് പറഞ്ഞു. അപ്പൊ അമ്മായി എന്നെ ഉപദേശിക്കാൻ വന്നതാണോ? അതോ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടോ? അല്ല, കാര്യം പറഞ്ഞിട്ടൊന്ന് പോയിരുന്നുവെങ്കിൽ എനിക്ക് രഞ്ജുവിനും ഞങ്ങളുടെ കുഞ്ഞിക്കും ചായക്ക് കഴിക്കാൻ വല്ലതും ഉണ്ടാക്കാമായിരുന്നു. ഇറങ്ങിപ്പോകാൻ പറയാതെ പറഞ്ഞുകൊണ്ട് മനസ്സിൽ നിറഞ്ഞ വെറുപ്പടക്കി ലക്ഷ്മി നിരഞ്ജൻ കിടക്കുന്ന മുറിയിലേക്ക് നോക്കി. മോളെ രഞ്ജു, അവൻ ഉറക്കമാണോ? ഞങ്ങൾ മനുവിന്റെ നിശ്ചയം പറയാൻ വന്നതാണ്.
വിമലയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ഇടറുന്ന വാക്കുകളോടെ ദിവാകരൻ പറഞ്ഞു. രഞ്ജുവിനെ കണ്ട് പറയണമെന്ന നിർബന്ധമാണോ അമ്മാവ? അതും ഞാൻ പറഞ്ഞിരുന്നാൽ മതിയോ? ഇനിയിപ്പോ കണ്ടു പറഞ്ഞാലും രഞ്ജു വരില്ല. ഞാനും കുഞ്ഞിയും എന്തായാലും വരും. പിന്നെ രഞ്ജുവിന് ഈ സമയം സ്ഥിരമായ ഒരു മയക്കമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഉള്ളിൽ നിറഞ്ഞൊരു വേദന അടക്കി പിടിച്ചുകൊണ്ട് ലക്ഷ്മി പറഞ്ഞു. മോള് പറഞ്ഞാൽ മതി. ഈ വരുന്ന ഞായറാഴ്ച രാവിലെ 10നും 10:30ക്കും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിലാണ് ചടങ്ങ് നടത്തുന്നത്. കുഞ്ഞോടും പറയണം വരാൻ. വളരെയധികം ബുദ്ധിമുട്ടിയാണ് ദിവാകരൻ പറഞ്ഞത്. അവൾ വരൂ അമ്മാവ, ഞാൻ പറഞ്ഞോളാം. ലക്ഷ്മി ചുണ്ടിൽ ഒരു ചിരി ഒട്ടിച്ചുകൊണ്ട് പറഞ്ഞു. അയാൾ അതിന് വേദനയോടെ ഒന്ന് മൂളിയിട്ട് ചുവരി മാലയിട്ട് വെച്ചിരിക്കുന്ന നിവിയുടെയും അച്ഛന്റെയും അമ്മയുടെയും ഫോട്ടോയിലേക്ക് നോക്കി പിന്നെ വീർത്ത മുഖത്തോടെ നിൽക്കുന്ന ഭാര്യയെ. ഇവളുടെ സ്വന്തം സഹോദരൻ തന്നെയല്ലേ അത്? എന്നിട്ട് ഇവൾക്ക് എങ്ങനെ ഇതുപോലെ പെരുമാറാൻ തോന്നുന്നു? പോകാം, ഇനി എന്താ ഇവിടെ വന്ന കാര്യം കഴിഞ്ഞില്ലേ? ആലോചനയ്ക്കൊടുവിൽ കടുത്ത മുഖത്തോടെ അയാൾ ഭാര്യയോട് തിരക്കി. പിന്നെ പോകാതെ, ഞാൻ ഇവിടെ കയറി താമസിക്കാനൊന്നും വന്നതല്ല. അയാളെ നോക്കി കടുപ്പിച്ച് പറഞ്ഞതും ദിവാകരൻ തിരിഞ്ഞു നടന്നു. നിന്റെ അഹങ്കാരം ഉണ്ടല്ലോ ലക്ഷ്മി, അതിനാണ് നീ ഇനി അനുഭവിക്കുന്നത്. ഒരു കുഞ്ഞിനെ പോലും ദൈവം നിനക്ക് തന്നില്ല. ഇപ്പതേ ആ ചെറുക്കനും കിടന്ന പടിയായി. ഇനിയും നീയൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ദിവാകരൻ പുറത്തേക്ക് ഇറങ്ങിയതും ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി കാലിയോടെ പറഞ്ഞിട്ട് വിമല അയാൾക്ക് പിന്നാലെ ഓടി ഇറങ്ങിപ്പോയി. ലക്ഷ്മി ആവട്ടെ അവർ പറഞ്ഞ വാക്കുകളിൽ കുടുങ്ങി ആ നിൽപ്പ് നിന്നു. ലച്ചു, നിരഞ്ജന്റെ തളർന്നതുപോലെയുള്ള വിളിയാണ് ലക്ഷ്മിയെ ആ നിൽപ്പിൽ നിന്ന് ഉണർത്തിയത്. നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ചു മാറ്റി മുഖത്തൊരു ചിരിയണിഞ്ഞ് അവൾ മുറിക്കുള്ളിലേക്ക് കയറി ചെന്നു. ഞാൻ ഈ തുണിയെടുക്കാൻ പോയതാണ് രഞ്ജു. ഇപ്പൊ ചായ ഉണ്ടാക്കിക്കൊണ്ട് വരാമേ. തുണിയാക്കി കസേരയിലേക്ക് വെച്ചിട്ട് അവന്റെ അരികിലിരുന്ന് ആ തലയിൽ തലോടിക്കൊണ്ട് ലക്ഷ്മി പറഞ്ഞു. ലച്ചു, അവർ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. എനിക്ക് മുന്നിൽ എന്തിനാണ് ഈ സങ്കടം ഇങ്ങനെ അടക്കി പിടിക്കുന്നത്? അവളുടെ കയ്യിൽ പിടിച്ച് നെഞ്ചിലേക്ക് ചായച്ചു കിടത്തിക്കൊണ്ട് നിരഞ്ജൻ ചോദിച്ചു. രഞ്ജു വിഷമിക്കേണ്ട, അവർ പറഞ്ഞതൊന്നും എന്നെ വിഷമിപ്പിക്കില്ല. പക്ഷെ രഞ്ജു ഇനി ഒരു ചികിത്സയ്ക്ക് തയ്യാറാവില്ല എന്ന് പറഞ്ഞതാണ് എന്നെ വേദനിപ്പിക്കുന്നത്. അവന്റെ നെഞ്ചിൽ അങ്ങനെ ചാഞ്ഞു കിടന്നുകൊണ്ട് അവൾ പറഞ്ഞു. ചികിത്സയ്ക്കുള്ള പൈസ എങ്ങനെ ഉണ്ടാക്കുമെന്നാണ് ലച്ചു നീ പറയുന്നത്? എന്റെ കുഞ്ഞിക്കെന്ന് പറഞ്ഞ് ഇനി ഈ വീട് മാത്രമേ ഉള്ളൂ. അതെന്താ നീ ഓർക്കാത്തത്? അവളുടെ നെറുകയിൽ ചുണ്ടു ചേർത്ത് കിടന്നുകൊണ്ട് അവൻ തിരക്കി. ഈ വീടിന് പിന്നിലെ ആ പറമ്പങ്ങ് വെക്കാൻ രഞ്ജു. 10-12 സെന്റ് സ്ഥലമില്ലേ? അതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് ചികിത്സിക്കാമല്ലോ. ചോദിച്ചിട്ട് മുഖമുയർത്തി അവനെ നോക്കി അവൾ. ആ സ്ഥലം, അതിന് നല്ല വഴിയില്ലല്ലോ ലച്ചു. നമ്മൾ ഉദ്ദേശിക്കുന്ന വിലയൊന്നും കിട്ടില്ല. ആയുർവേദ ചികിത്സ എന്ന് പറയുമ്പോൾ അതിന് ഒത്തിരി പൈസ വേണം. ഇതുകൊണ്ടൊന്നും ഒന്നിനും തികയില്ല. അവളുടെ കൈ പിടിച്ച് മുത്തിക്കൊണ്ട് നിരഞ്ജൻ മെല്ലെ പറഞ്ഞു. രഞ്ജു, ഞാനൊരു കാര്യം പറഞ്ഞാൽ കേൾക്കാമോ? നനവൂറുന്ന മിഴികളോടെ ലച്ചു അവനോട് തിരക്കി. എന്താടി? അവർ പറഞ്ഞിട്ട് പോയതൊക്കെ ഓർത്തിട്ടാണോ നിനക്ക് സങ്കടം? ചോദിച്ചുകൊണ്ടവൻ അവളുടെ കവളിൽ കൈ ചേർത്ത് വെച്ചു. അവർ പറഞ്ഞൊക്കെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ എനിക്കതൊന്നും പ്രശ്നമല്ല. എന്റെ രഞ്ജു ഒന്ന് എഴുന്നേറ്റ് നടന്ന് കാണണം എനിക്ക്. അത് മാത്രം മതി. അതിന് ഞാൻ പറയുന്നത് എന്താന്ന് മനസ്സിലാക്കി രഞ്ജു എന്റെ കൂടെ നിൽക്കണം. എന്താ ലച്ചു, നീ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താണെങ്കിലും പറഞ്ഞോ. അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു കൊണ്ടവൻ വല്ലായ്മയോടെ തിരക്കി. രഞ്ജു, ആ സ്ഥലം വിൽക്കാൻ വഴി ഈ വീടിന്റെ ഇടതുഭാഗത്ത് നിന്ന് കുറച്ചു കൊടുത്താൽ പോരെ? കുഞ്ഞിയോട് പറഞ്ഞാൽ അവളും സമ്മതിക്കും. എതിർപ്പ് പറയല്ലേ രഞ്ജു. എനിക്കോ കുഞ്ഞിക്കോ നീ അല്ലാതെ വേറെ ആരുമില്ല. അത് ഓർത്തു വേണം ഒരു തീരുമാനം എടുക്കാൻ. ഈ സംസാരം അവനെ വേദനിപ്പിക്കുമെന്നും ഈ സ്ഥലം മുറിക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല എന്നും വ്യക്തമായി അറിയാമായിരുന്നിട്ടും പറയാതെ ഇരിക്കാൻ ലക്ഷ്മിക്ക് കഴിയുമായിരുന്നില്ല. ലച്ചു, എന്താണ് നീ പറഞ്ഞു വരുന്നത്? അച്ഛനും അമ്മയും എന്റെ കുഞ്ഞിക്കായി കരുതി വെച്ചതൊക്കെ എന്റെ ചികിത്സയ്ക്ക് ചെലവായി. ഒരു തരി പോലും അതിൽ മിച്ചമില്ല. എന്നിട്ട് ഞാൻ ഈ അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റോ? ഇനി ആകെ ഉള്ളത് ഈ വീടും ഇതിന് ചുറ്റുമുള്ള സ്ഥലവുമാണ്. പിന്നെ ആ പിന്നിലെ സ്ഥലം, അതന്ന് ആ ഗോപിച്ചേട്ടൻ മകളുടെ കല്യാണ ആവശ്യത്തിന് വിൽക്കാൻ പോകുന്നുവെന്ന് കേട്ടപ്പോൾ അയാളെ സഹായിക്കാൻ വേണ്ടിയാണ് ഞാൻ വഴിയില്ലാത്ത ആ വസ്തു വാങ്ങിയത്. എന്നിട്ടിപ്പോ ആ സ്ഥലം വിറ്റു പോകാൻ വേണ്ടി എന്റെ കുഞ്ഞിക്ക് ആകെ ഇനി മിച്ചമുള്ള സമ്പാദ്യം കൂടെ കീറി മുറിക്കണമെന്നാണോ നീ പറയുന്നത്? അതൊന്നും ശരിയാവില്ല ലച്ചു. നാളെ ഒരു കാലത്ത് ഞാൻ ഇല്ലാതെ ആയാലും ആരെയും പേടിക്കാതെ അവൾക്ക് കയറി കിടക്കാൻ ഇതെങ്കിലും വേണം. നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം ലച്ചു. ഇത് മാത്രം വേണ്ടടാ. വേദനയോടെ നിരഞ്ജൻ പറഞ്ഞു. വേറെ വഴിയില്ല രഞ്ജു. നമ്മളെ സഹായിക്കാൻ ആരുമില്ല. നമ്മുടെ സഹായം സ്വീകരിച്ചവരോ എന്റെയോ നിന്റെയോ ബന്ധുക്കളോ അങ്ങനെ ആരുമില്ല. കുഞ്ഞോട് ഞാൻ സംസാരിച്ചോളാം. അവൾ സമ്മതിക്കും. നീ ഒന്ന് സമ്മതിച്ചാൽ മതി. പിങ്ങുന്ന ഹൃദയത്തോടെ ലക്ഷ്മി പറഞ്ഞു. എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല ലച്ചു. ഇതും കൂടെ വിറ്റു തുലച്ചിട്ടും ഞാൻ രക്ഷപ്പെടാതെ ഈ കിടപ്പ് കിടന്നാൽ, അല്ലെങ്കിൽ എന്റെ ഈ ഇത്തിരി ജീവൻ അങ്ങ് പോയാൽ പിന്നെ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് നോക്കിയിട്ടുണ്ടോ നീ? ലക്ഷ്മിയുടെ മുഖത്ത് നോക്കാതെ ചോദിച്ചിട്ട് ജനാലയിലൂടെ കാണുന്ന ഇത്തിരി ലോകത്തേക്ക് നോക്കിയിരുന്നു രഞ്ജൻ. ഇല്ല രഞ്ജു, എനിക്ക് ഉറപ്പുണ്ട്. എന്റെ ഫ്രണ്ട് മരിയ പറഞ്ഞ ആ ആയുർവേദ ഹോസ്പിറ്റൽ നിന്നെ കൊണ്ടുപോയാൽ തിരികെ നടത്തിക്കൊണ്ട് വരാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് രഞ്ജു. ജീവിക്കേണ്ടേ രഞ്ജു നമുക്ക്? നമ്മുടെ കുഞ്ഞിക്കൊരു ജീവിതം വേണ്ടേ? ഇതിൽ എന്തിനായാലും നീ ഈ കിടപ്പിൽ നിന്ന് എഴുന്നേക്കണം. അതിന് ഞാൻ പറഞ്ഞത് മാത്രമേ ഇനി ഒരു വഴിയുള്ളൂ രഞ്ജു. അവന്റെ മുഖം ഇരു കൈകൊണ്ടും കോരിയെടുത്ത് തനിക്ക് നേരെ തിരിച്ചവൾ കണ്ണുനീരോടെ പറഞ്ഞു. ഞാൻ എന്താടി പറയുക? നിങ്ങളെ രണ്ടാളെ പൊന്നുപോലെ നോക്കണമെന്നുണ്ട് എനിക്ക്. അതെന്റെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെയാണ്. പക്ഷേ അതിനുവേണ്ടി ഇനി എന്റെ കുഞ്ഞിക്ക് ആകെയുള്ള സമ്പാദ്യം കൂടി നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നിരഞ്ജൻ ആ കാര്യം ഓർക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല.
എനിക്ക് ഉറപ്പുണ്ട് രഞ്ജു, നിനക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റും. പഴയതുപോലെ നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യും. പിന്നെ അവൾക്കൊന്നും നഷ്ടമാവില്ല. ഇതിൽ നിന്നും ഒരല്പം സ്ഥലം മുറിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് ഒന്നും നഷ്ടമാവില്ല. അവന്റെ മുഖത്താകെ ചുണ്ടമർത്തി പറയുമ്പോൾ ഇരുവരുടെയും കണ്ണുകൾ ഒരുപോലെ ഒഴുകി ഇറങ്ങിയിരുന്നു. എല്ലാം എടുത്തില്ലേ അമ്മേ? ഒന്നും മറന്നിട്ടില്ലല്ലോ. സിറ്റ് ഔട്ടിൽ എടുത്തു വെച്ചിരിക്കുന്ന ബിഗ് ഷോപ്പറും കവറുകളും ചാക്കുകെട്ടും ഒക്കെ കാണേ മുറ്റത്തെ പ്ലാവിൽ നിന്ന് പച്ചച്ചക്ക വലിച്ചു നിലത്തിട്ടുകൊണ്ട് നിന്ന അഭി തിരക്കി. എല്ലാം എടുത്തടാ, കുറച്ച് ദിവസമായില്ലേ ഞാൻ അങ്ങോട്ട് പോയിട്ട്. ഇതിപ്പോ പുളിയും തേങ്ങയും 2 പഴുക്കാനായ വരിക്കച്ചക്കയും ഒക്കെയാണ്. പിന്നെ വേദു പറഞ്ഞിട്ട് ഇത്തിരി ചക്ക വറുത്തതും ചക്ക വരട്ടിയും കൂടെ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോ നീ കാറിലാണ് പോകുന്നതെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇപ്പൊ ഈ ചക്ക ഞാൻ ഇടിയിച്ചത്. ആ, പോകും വഴി കുറച്ച് ബേക്കറി കൂടെ വാങ്ങിയാൽ മതിയാലോ അല്ലേ അമ്മേ? തോട്ടി ഒതുക്കി വെച്ചിട്ട് ഡ്രസ്സ് മാറാൻ പോകുമ്പോൾ അവൻ ചോദിച്ചു. അത് മതി, നീ വേഗം ചെന്ന് കുളിച്ചിട്ട് വാ. ഞാൻ ആ പെണ്ണ് റെഡിയായോ എന്ന് നോക്കട്ടെ. പറഞ്ഞുകൊണ്ട് തന്നെ വേദുവിന് വാങ്ങിയ ഡ്രസ്സും കൂടെ ബാഗുകളുടെ അടുത്തേക്ക് കൊണ്ടുവച്ചിട്ട് രാധിക അഞ്ജുവിന്റെ അടുത്തേക്ക് പോയി. ആര്യയുടെ വീട്ടിലേക്ക് പോകും വഴി കാറിനുള്ളിൽ നിശബ്ദമായിരുന്നു. ആരും ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. ഒരു നിമിഷം വായടച്ച് വെക്കാത്ത അഞ്ജന പോലും ഒന്നും മിണ്ടാതെ ഇരുന്നു. അഭി മോനെ, ആ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ കാണാൻ ആഗ്രഹിക്കുക പോലും ചെയ്യാത്തവർ ഉണ്ടാവും. അതൊന്നും നീ നോക്കണ്ട. അവരെ ഒന്നും കണ്ടതായി ഭാവിക്കുകയും വേണ്ട. ആര്യ നാളെയും ആ വീട്ടിൽ ജീവിക്കേണ്ടതാണെന്ന് നമ്മൾ ഓർക്കണം. പിന്നെ നമ്മളെ വേദനിപ്പിച്ചവരും തെറ്റ് ചെയ്തവരും ഒക്കെ ഇന്ന് ഒന്നും സംഭവിക്കാത്ത പോലെ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൾക്ക് സംഭവിക്കാത്തതൊന്നും നിനക്ക് സംഭവിച്ചിട്ടുമില്ല. അങ്ങനെ തന്നെ അമ്മയുടെ കുഞ്ഞ് അവർക്ക് മുന്നിൽ നിൽക്കണം. അവരുടെ കുത്തുവാക്ക് കേട്ട് തല കുനിക്കാതെ അന്തസ്സായി തല ഉയർത്തി നീ നിൽക്കുന്നത് അമ്മയ്ക്ക് കാണണം. എപ്പോഴും അമ്മയുണ്ട് നിന്റെ കൂടെ. ആര്യയുടെ വീട്ടുമുറ്റത്ത് നിർത്തിയ കാറിൽ നിന്ന് ഇറങ്ങും മുമ്പ് ദൃഢമായ സ്വരത്തിൽ പറഞ്ഞിട്ട് രാധിക അഭിയുടെ തോളിൽ തട്ടി. ഞാനും ഉണ്ട് എന്റെ ഏട്ടന്റെ കൂടെ, അഞ്ജുവും വിട്ടുകൊടുക്കാതെ പറഞ്ഞു. ആ വാക്കുകളിൽ അവന്റെ കടുത്ത വേദന തിങ്ങിയ മുഖം ഒന്നയഞ്ഞു.